നമസ്കാരം സുഹൃത്തുക്കളെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP ഒന്നാം സെമസ്റ്റർ BSc വിദ്യാർത്ഥികളുടെ AEC മലയാള സാഹിത്യ ആസ്വാദനം എന്ന പേപ്പറിലെ ഇൻ്റർവ്യൂ അത്ഭുതം വിരിയിക്കാൻ സസ്യങ്ങൾ മാന്ത്രികരല്ല. ആ പാഠഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ ഈ പാഠം അത്ഭുതം വിരിയിക്കാൻ സസ്യങ്ങൾ മാന്ത്രികരല്ല എന്ന് പറയുന്ന ഇൻ്റർവ്യൂ മുഴുവനായിട്ട് 2 പാർട്ടായിട്ട് വീഡിയോ ചെയ്തിട്ട് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യം അത് കാണുക. അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്നാമത്തെ കമൻറ്റായി പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം ഈ ചോദ്യോത്തരങ്ങളിലേക്ക് വരാം. അപ്പോൾ 2 മാർക്ക്, 6 മാർക്ക്, 10 മാർക്ക് ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. 2 മാർക്കിൻ്റെ ചോദ്യം 2-3 വാക്യത്തിൽ ഉത്തരം എഴുതുക. 6 മാർക്കിന് 1 പേജ്, 10 മാർക്കിന് 3 പേജ്. അപ്പോൾ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള 2-3 വാക്യത്തിൽ ഉത്തരം എഴുതേണ്ടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്നും പ്രതീക്ഷിക്കാം. 1. MS സ്വാമിനാഥനെ പരിചയപ്പെടുത്തുക. ഇത് MS സ്വാമിനാഥനുമായിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂ ആണല്ലോ. അപ്പോൾ MS സ്വാമിനാഥനെ പരിചയപ്പെടുത്തുക. ആരാണ് അദ്ദേഹം? മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. MS മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ് മുഴുവൻ പേര്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. കൃഷി ജനിതക ശാസ്ത്രജ്ഞനാണ് MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കാനുള്ള പ്രധാന കാരണം എന്ത്? MS സ്വാമിനാഥനെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കാനുള്ള പ്രധാന കാരണം എന്താണ് ഉത്തരം? ഉയർന്ന വിള നൽകുന്ന നെല്ലും ഗോതമ്പും ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് പരിചയപ്പെടുത്തുന്നതിൽ വിജയകരമായ നേതൃത്വം നൽകിയതാണ് അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന വിശേഷണം നേടിക്കൊടുത്തത്. എന്താണ്? ഉയർന്ന വിള നൽകുന്ന നെല്ലും ഗോതമ്പും ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് പരിചയപ്പെടുത്തുന്നതിൽ വിജയകരമായ നേതൃത്വം നൽകി. ഓക്കെ, അതാണ് കാരണം. അടുത്ത ചോദ്യം, IRRI എന്നതിൻ്റെ ഫുൾ ഫോം, പൂർണ്ണരൂപം എന്ത്? IRRI ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്ത ചോദ്യം, എന്താണ് സുസ്ഥിര വികസനം? സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ കണ്ടോ, സ്ഥിരമായ വികസനമാണ് സുസ്ഥിര വികസനം. ഭാവി തലമുറയുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനമാണ് സുസ്ഥിര വികസനം. ഇന്നത്തെ ആവശ്യങ്ങൾ നടക്കുകയും വേണം, അതുകൊണ്ട് ഭാവി തലമുറയ്ക്ക് കിട്ടേണ്ടത് നമ്മൾ ചൂഷണം ചെയ്ത് കൊണ്ടുപോകാനും പാടില്ല. സുസ്ഥിര വികസനം എന്നാൽ എന്താണ്? ഭാവി തലമുറയുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനമാണ് എന്താ? സുസ്ഥിര വികസനം. അടുത്ത ചോദ്യം, കമ്മ്യൂണിറ്റി അഗ്രോ ബയോ ഡൈവേഴ്സിറ്റി സെൻറ്ററിന് കീഴിൽ നടപ്പാക്കുന്ന പദ്ധതികൾ ഏതൊക്കെ? കമ്മ്യൂണിറ്റി അഗ്രോ ബയോ ഡൈവേഴ്സിറ്റി സെൻറ്ററിന് കീഴിൽ നടപ്പാക്കുന്ന പദ്ധതികൾ ഏതൊക്കെ? ജൈവ വൈവിധ്യം സംരക്ഷിച്ചുകൊണ്ട് കർഷകരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികളാണ് കമ്മ്യൂണിറ്റി അഗ്രോ ബയോ ഡൈവേഴ്സിറ്റി സെൻറ്ററിന് കീഴിൽ നടപ്പാക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 2001 പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ് ആക്ട് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ച നാടൻ വിത്തുകൾ ഏതൊക്കെ? 2001 പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ് ആക്ട് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ച നാടൻ വിത്തുകൾ ഏതെല്ലാം? ഉത്തരം വെളിയൻ, തുണ്ടി, ചെന്നെല്ല്, ചോമാല, ജീരകശാല, ഗന്ധകശാല. ഓക്കെ, അടുത്ത ചോദ്യം, നിത്യഹരിത വിപ്ലവം എന്നതുകൊണ്ട് MS സ്വാമിനാഥൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? സുസ്ഥിരമായ ഉൽപ്പാദനക്ഷമതയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നിത്യഹരിത വിപ്ലവം എന്നതുകൊണ്ട് MS സ്വാമിനാഥൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? സുസ്ഥിരമായ ഉൽപ്പാദനക്ഷമത. അടുത്ത ചോദ്യം, ഭാവിയിൽ നമ്മളെ കാർഷിക ദുരന്തത്തിലേക്ക് നയിക്കും എന്ന് MS സ്വാമിനാഥൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഭാവിയിൽ നമ്മളെ കാർഷിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് MS സ്വാമിനാഥൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം എന്താണ്? പരമ്പരാഗത കൃഷിരീതിയിൽ കൊണ്ടുവരുന്ന ഓരോ മാറ്റവും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കാതെ ചൂഷണാത്മകമായ കൃഷിരീതി നടപ്പാക്കിയാൽ കാർഷിക ദുരന്തങ്ങളിലേക്കാണ് അത് ഭാവിയിൽ നമ്മളെ നയിക്കുക എന്ന് MS സ്വാമിനാഥൻ പറയുന്നു. എന്താണ്? പരമ്പരാഗത കൃഷിരീതിയിൽ കൊണ്ടുവരുന്ന ഓരോ മാറ്റവും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കാതെ ചൂഷണാത്മകമായ കൃഷിരീതി നടപ്പാക്കിയാൽ കാർഷിക ദുരന്തങ്ങളിലേക്കാണ് അത് ഭാവിയിൽ നമ്മളെ നയിക്കുക എന്ന് MS സ്വാമിനാഥൻ പറയുന്നുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ പറഞ്ഞത് എന്താണ്? ഇന്ത്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ പറഞ്ഞത് എന്തായിരുന്നു? നമുക്ക് വേണ്ടത് ഹരിത വിപ്ലവമാണ് എന്നാണ് പറഞ്ഞത്. നമുക്ക് വേണ്ടത് നിത്യഹരിത വിപ്ലവമാണെന്നാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്, എപ്പോൾ? ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്, എപ്പോൾ? അമേരിക്കൻ ശാസ്ത്രജ്ഞനായ വില്യം ഗോഡ് 1968 ഒക്ടോബറിലാണ് ആ പദം ആദ്യം ഉപയോഗിച്ചത്. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ വില്യം ഗോഡ് 1968 ഒക്ടോബറിലാണ് ആ പദം ആദ്യം ഉപയോഗിച്ചത്. അടുത്ത ചോദ്യം, ആരാണ് പാരിസ്ഥിതിക അഭയാർത്ഥികൾ?
ഉത്തരം പ്രകൃതിപരമായ കാരണങ്ങളാൽ സ്വന്തം ആവാസ കേന്ദ്രത്തിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്നവരാണ് പാരിസ്ഥിതിക അഭയാർത്ഥികൾ. അടുത്ത ചോദ്യം, കുട്ടിക്കാലം മുതൽ ഇതേക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. ഏതിനെക്കുറിച്ച്? ആ പാഠഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് പിക്ക് ചെയ്തെടുത്ത് ചോദിക്കുകയാണ്. കുട്ടിക്കാലം മുതൽ ഇതേക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. ഏതിനെക്കുറിച്ച്? ഉത്തരം, നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന കൃഷിക്കാരൻ എങ്ങനെ ദരിദ്രനായി, കൃഷിക്കാരൻ്റെ വീടുകളിൽ എങ്ങനെ പോഷകാഹാരത്തിൻ്റെ കുറവുണ്ടായി, ഇതിനെക്കുറിച്ചൊക്കെ കുട്ടിക്കാലം മുതലേ തന്നെ എം എസ് സ്വാമിനാഥൻ ചിന്തിക്കാറുണ്ടായിരുന്നു എന്ന് പറയാണ്. അടുത്ത ചോദ്യം, അത്ഭുതങ്ങൾ വിരിയിക്കാൻ ചെടികൾ മാന്ത്രികരല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഈ ചോദ്യം ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അത്ഭുതങ്ങൾ വിരിയിക്കാൻ ചെടികൾ മാന്ത്രികരല്ല, ഇങ്ങനെ പറയാൻ കാരണം എന്ത്? കൃഷിയിൽ നല്ല വിളവ് ഉണ്ടാകണമെങ്കിൽ നല്ല ഇൻപുട്സ് വേണം, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അല്ലാണ്ട് കുറച്ച് കൊടുത്തിട്ട് അത്ഭുതം വിരിയിക്കാൻ ചെടികൾ മാന്ത്രികരൊന്നും അല്ല എന്ന് പറയുന്നതാണ്. അടുത്ത ചോദ്യം, ഇത് ഗ്രീഡ് റവല്യൂഷനാണ്, അത്യാഗ്രഹ വിപ്ലവം എന്തിനെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്? ഇത് ഗ്രീഡ് റവല്യൂഷനാണ് അഥവാ അത്യാഗ്രഹ വിപ്ലവം എന്തിനെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്? ഉത്തരം എന്താണ്? പഞ്ചാബിലെ കർഷകർ അമിതമായി ഭൂഗർഭജലം ഉപയോഗിച്ചതിനാൽ ഉണ്ടായ പ്രത്യാഘാതത്തെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. അടുത്ത ചോദ്യം 2 മാർക്ക്. എന്താണ് ഗ്ലോബൽ ജീൻ വേൾഡ്? എന്താണ് ഗ്ലോബൽ ജീൻ വേൾഡ്? ഉത്തരം എന്താണ്? നോർവീജിയയിൽ ഉള്ള ഒരു സംവിധാനമാണിത്. അവിടെ നമുക്ക് വിത്തുകൾ നിക്ഷേപിക്കാം, നമ്മുടെ സമ്മതമില്ലാതെ ആർക്കും അത് അവർ കൈമാറില്ല. അതാണെന്ത്? ആ സിസ്റ്റമാണെന്ത്? ഗ്ലോബൽ ജീൻ വേൾഡ് എന്ന് പറയുന്നത്. ഇനി 6 മാർക്കിന് ഒരു പേജിൽ എഴുതാവുന്ന ഉത്തരത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ. 1. വാരാണസി പ്രസംഗത്തിൽ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തെല്ലാം? അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഇൻ്റർവ്യൂവിൽ വരുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ മൊത്തം കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. അടുത്ത ചോദ്യം, അത്ഭുതങ്ങൾ വിരിയിക്കാൻ ചെടികൾ മാന്ത്രികരല്ല, വിശദീകരിക്കുക. ഇതിപ്പോൾ ഒരു പേജിൽ എഴുതാൻ ചോദിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടതിൻ്റെയും അങ്ങനെ കൊടുത്തത് കൊണ്ടുണ്ടായ മാറ്റത്തിനെക്കുറിച്ചൊക്കെ നമുക്ക് എഴുതാം. അടുത്ത ചോദ്യം, പഞ്ചാബിലെ കർഷകരെക്കുറിച്ച് എം എസ് സ്വാമിനാഥൻ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം? അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രീഡ് റവല്യൂഷൻ ഉണ്ടല്ലോ, അത്യാഗ്രഹ വിപ്ലവം, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ നെൽവിത്ത് ശേഖരം IRRI അഥവാ ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കടത്തി എന്ന ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനോട് എം എസ് സ്വാമിനാഥൻ പ്രതികരിക്കുന്നത് എങ്ങനെ? അതെനിക്ക് തോന്നുന്നു ഈ ഇൻ്റർവ്യൂവിൽ ലാസ്റ്റ് ചോദ്യമായിട്ടാണ് അതുള്ളത്. അവിടെ ഒരു ഉത്തരമായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 10 മാർക്കിൻ്റെ ചോദ്യം 3 പേജിലുള്ള എസ്സേ ആയിട്ടാണ് എഴുതേണ്ടത്. ഹരിത വിപ്ലവത്തിനെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾ എന്തെല്ലാം? അവയ്ക്ക് എം എസ് സ്വാമിനാഥൻ നൽകുന്ന മറുപടികൾ ക്രോഡീകരിക്കുക. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഏകദേശം ഈ ഇൻ്റർവ്യൂ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഉത്തരം എഴുതാവുന്നതാണ്. അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്തൊരു ചാപ്റ്ററിൻ്റെ ചോദ്യോത്തരങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്